ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരി എന്താണ് പറയുന്നതെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ല, നിന്നെ കൊണ്ട് തൊടാൻ പറ്റാത്ത ദൂരത്തിലാണ് ശാരദ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ പിന്നെ തൊടുന്നില്ല, തീർന്നില്ലേ പ്രശ്നം? ചേച്ചി എന്താണ് ഈ പറയുന്നത്? അളിയൻ എന്തെങ്കിലും വളവളാന്ന് പറഞ്ഞു എന്ന് കരുതി എല്ലാം അങ്ങ് നിർത്താൻ പോവുകയാണോ? രാജേശ്വരി പറയുകയാണ്, ഒരിക്കലുമില്ല. നിർത്തിക്കളഞ്ഞാൽ പിന്നെ അത് രാജേശ്വരിയുടെ മരണമല്ലേടാ. പക്ഷേ നിന്റെ അളിയൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇതുവരെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന റൂട്ട്, അതിലൊരു പിഴവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം പൊളിഞ്ഞ് പാളീസായത്. ജയിക്കണമെങ്കിൽ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കണം. മാറ്റിപ്പിടിച്ചേ പറ്റൂ. ചേച്ചിയുടെ മനസ്സിൽ എന്താണ്? അത് മനസ്സിലായില്ല. സിമ്പിൾ, നമ്മൾ ഇതുവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാരദയെ, അല്ലെങ്കിൽ ശാലിനിയെ. രണ്ടുപേരും രണ്ടു രീതിയിൽ ശക്തരാണ്. ഒരാള് ജനസ്വാധീനം കൊണ്ടും മറ്റേയാള് മനോബലം കൊണ്ടും. അത് രണ്ടും പൊളിഞ്ഞു വീഴണമെങ്കിൽ ശാരദയുടെ വീട്ടിലൊരു ദുരന്തം നടക്കണം. മരണമല്ല, മാനക്കേട് എന്ന ദുരന്തം. അത് നടക്കേണ്ടത് ആ വീട്ടിലെ പെൺകുട്ടികളിൽ ഒരാൾക്കാണ്, ശാലിനിക്കല്ല. ശാലിനിക്കല്ലേ? അപ്പൊ പിന്നെയെന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ആ വീട്ടിൽ വേറെയും ഉണ്ടല്ലോടാ രണ്ട് പെൺകുട്ടികൾ. ഇതിൽ ഒരാൾക്ക് തട്ടുകേട് പറ്റിയാലും ശാരദ ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വീട്ടുകൊട്ടാരം പൊളിയും എന്നുള്ളത് ഉറപ്പല്ലേ? ശാരികയും ശ്യാമയും എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അതെ, മൂത്തവളാണ് ഇനി രാജേശ്വരിയുടെ ടാർഗറ്റ്. ശാരിക എന്ന് പറഞ്ഞ പദ്ധതി ആലോചിക്കുകയാണ് രാജേശ്വരി. കാരണം ഇനി തായ്വേര് അറുക്കലല്ല, വിഷം ഇടേണ്ടത് വിളഞ്ഞു നിൽക്കുന്ന കൂമ്പിൽ തന്നെയാണ്. ആ വിഷം താഴേക്ക് കിനിഞ്ഞിറങ്ങുമ്പോൾ തായ്വേരടക്കമുള്ള തടി ചീഞ്ഞോളും. പിന്നെ കുടുംബശ്രീ ശാരദ വെറും പാഴാണ്, നശിക്കാനുള്ള വെറും പാഴ്മരം. പിന്നീട് കാണിക്കുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. അവിടേക്ക് ദാസനും കമലനും ബൈക്കിൽ എത്തുകയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങി കമലൻ പറയുകയാണ്, ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ക്ലീറ്റസേ ക്ലീറ്റസേ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ഇയാൾ ഇതെവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് ദാസനും കമലനും. ദാസൻ പറയുകയാണ്, അയാളെ കള്ളും കുടിച്ചിട്ട് വല്ല റബ്ബർ മരത്തിന്റെ മൂട്ടിലും കിടന്ന് ഉറങ്ങുകയായിരിക്കും. വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അത് ആശാൻ റബ്ബർ എസ്റ്റേറ്റിന്റെ നടുവിലാണ് താമസിക്കുന്നതെന്ന് നീ തള്ളാൻ പോയത് കൊണ്ടല്ലേ, വെറുതെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കമലൻ. പച്ച ജീവനോടെ ഇരിക്കുന്ന ആശാന്റെ അമ്മ വരെ മരിച്ചുപോയി എന്ന് നീ കള്ളം പറഞ്ഞു, വൃത്തികെട്ടവൻ. വെറുതെ എന്റെ മേത്ത് കുതിര കയറാൻ വരല്ലേ. ആശാനെ എല്ലാ അബദ്ധത്തിലും കൊണ്ട് ചാടിക്കുന്നത് നീയാണ്. ഇതേ തള്ളലായിരുന്നല്ലോ നിന്റെയും കൊണ്ടിറങ്ങിയാൽ ആശാന് ഭയങ്കര ഐശ്വര്യമാണെന്ന്. ഇപ്പൊ കാണാൻ നമുക്ക് ഐശ്വര്യം എന്താണെന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കമലൻ. ആയിക്കോട്ടെ, കാണാൻ നമുക്കെന്നും പറഞ്ഞ് രണ്ടുപേരും വഴക്കടിക്കുകയാണ്. നേരം ഏണിയുമായി അവിടേക്ക് വരികയാണ് ക്ലീറ്റസ്. കമലൻ പറയുകയാണ്, ആഹാ, ക്ലീറ്റസ് എത്തിയല്ലോ. എന്താ കമല, എന്തായിരുന്നു വിഷയം? അതേ ക്ലീറ്റസെ, ഇന്നൊരു ദിവസത്തേക്ക് ഈ എസ്റ്റേറ്റും ചുറ്റുമുള്ള സ്ഥലവുമൊക്കെ ഞങ്ങൾ അങ്ങ് വാടകയ്ക്ക് എടുക്കുവാണ്. വാടകയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, അതെ, ഇന്നൊരു ദിവസത്തേക്ക് ഇത് നിങ്ങളുടേതല്ല, ഞങ്ങളുടെ വിഷ്ണു ആശാന്റേതാക്കാനാണ് പ്ലാൻ. വിഷ്ണു ആശാന് വേണ്ടിയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ അങ്ങ് എടുത്തോ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ദാസൻ പറയുകയാണ്, ഒരു ദിവസത്തേക്ക് മതി. ആശാന് വലിയൊരു എസ്റ്റേറ്റും നടുവിലൊരു ഷെഡും ഒക്കെ ഉണ്ടെന്ന് അബദ്ധത്തിൽ ഒരു പെൺകുട്ടിയോട് ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയി. അന്നേരം ക്ലീറ്റസ് ചോദിക്കുകയാണ്, ലവ് ആണോ? എന്നാൽ ആജീവനാന്തം നിങ്ങൾ അങ്ങ് എടുത്തോ, ഫ്രീ ആയിട്ട്. കമലൻ പറയുകയാണ്, അതെ, ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മാത്രം പോരാ, ചെറിയൊരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കണം. സെറ്റപ്പോ എന്ന് ദാസൻ ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ്, അതെ, ആശാനി എസ്റ്റേറ്റ് നടത്തി നോക്കുന്ന ഒരു കൊച്ചു ബുദ്ധിജീവി, ഞങ്ങൾ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി വർഗവും. ക്ലീറ്റസെ, ഞങ്ങൾ കൊടുക്കാനായി കയ്യിലെടുക്കാനുണ്ടോ ഇവിടെ? പിന്നീട് കാണിക്കുന്നത് വണ്ടി വഴിയിലായി റോഡിൽ നിൽക്കുന്ന സുസ്മിതയാണ്. അന്നേരം അതുവഴി വരികയാണ് വിഷ്ണുവിന്റെ ജീപ്പ്. വണ്ടി സ്പീഡിൽ പോകുന്നത് കണ്ട് എന്തോ ആലോചിക്കുകയാണ് സുസ്മിത. പിന്നീട് കാണിക്കുന്നത് റബ്ബർ സ്റ്റേറ്റിന്റെ ഷെഡിന്റെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്ന ക്ലീറ്റസിനെയും ദാസനെയും കമലിനെയുമാണ്. അന്നേരം വിഷ്ണുവിന്റെ വണ്ടിയുടെ ഹോൺ കേട്ട് ദാസൻ പറയുകയാണ്, എടാ ദേ ആശാനും ഏട്ടത്തിയമ്മയും വന്നു. ഗേറ്റിന് മുൻപിൽ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണുവും ശ്യാമയും ശാലിനിയും. സ്ഥലമൊക്കെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഇതാണോ സ്ഥലം? ശ്രദ്ധിക്കാതെ വിഷ്ണു പറയുകയാണ്, ഇതാണെന്ന് തോന്നുന്നു. ശാലിനി ചോദിക്കുകയാണ്, തോന്നുന്നെന്നോ? ഇയാള് ഭയങ്കര തമാശയാണല്ലോ, സ്വന്തം സ്ഥലം തോന്നുന്നോന്ന്. ശ്യാമ പറയുകയാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ കുഞ്ഞേച്ചി? ശാലിനി പറയുകയാണ്, ഇത്രയും അടുത്തായിട്ടും ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും എന്ന് വിഷ്ണു പറയുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണ് ശാലിനി. അല്ല, ഓരോ ദിവസവും ഇങ്ങനെ കാണുമ്പോൾ ഈ സ്ഥലം ഇങ്ങനെ പുതിയതായിട്ട് തോന്നും. പ്രകൃതിയുടെ കാര്യവും ഇങ്ങനെ തന്നെയല്ലേ, എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ ഈ പ്രകൃതി. ഓ അങ്ങനെ. അല്ല, ഈ സ്ഥലമൊക്കെ ആരുടെയാ? സ്വന്തം തന്നെയല്ലേ? വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, ഈശ്വര, അവന്മാരെങ്ങനെയാണോ എന്തോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ശാലിനി ചോദിക്കുകയാണ്, അതെ, ഇയാൾ എന്താ ഈ ആലോചിക്കുന്നത്? എന്താ ഇപ്പൊ ചോദിച്ചേ? അല്ല, ഈ സ്ഥലം ആരുടേതാണെന്ന്. ദൊപ്പയ്യയുടെയോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറഞ്ഞൊപ്പിക്കുകയാണ്, അതെ, ഈ ദൊപ്പയ്യ കർണാടകത്തിലെ വലിയ മുതലാളിയാണ്.
അയാൾ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടെന്നേ ഉള്ളൂ. നോക്കി നടത്തുന്നത് ഞാനാണ്. ഒക്കെ ദൂരെ നിന്ന് കാണുന്ന കമലനും ദാസനും പറയുകയാണ്, എടാ ആശാൻ എന്തോ ആശയക്കുഴപ്പമുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് കരുതുകയാണ്. എന്റെ ഈശ്വര, അവന്മാരിനി എന്തു പറയുമോ ആവോ. രണ്ടുപേരും പറയുന്നത് മാറിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു. നേരം ആശാനെ എന്ന് വിളിച്ചുകൊണ്ട് കമലനും ദാസനും അങ്ങോട്ട് ചെല്ലുകയാണ്. വിഷ്ണു പറയുകയാണ്, ഹാവു രക്ഷപ്പെട്ടു വന്നേന്നും പറഞ്ഞ് ശാലിനിയും ശ്യാമയും വിളിച്ചുകൊണ്ട് എസ്റ്റേറ്റിനകത്തേക്ക് കടക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, അല്ല അതിനിടയ്ക്ക് എത്തിയല്ലേ നിങ്ങൾ ഇവിടെ? അല്ല നിങ്ങൾക്കിവിടെ ഫുൾ ടൈം ജോലിയാണോ? ദാസൻ പറയുകയാണ്, ഒരു മിനിറ്റ് പോലും വിശ്രമമില്ല, ഫുൾ ടൈം പണിയാണ്. അത് ശരി, ദൊപ്പയ്യെ പേടിച്ചായിരിക്കും അല്ലേ? അത് കേട്ട് മനസ്സിലാവാതെ കമലൻ ചോദിക്കുകയാണ്, ദൊപ്പയ്യോ? അതാരായി ദൊപ്പയ്യ? വിഷ്ണു പെട്ടെന്ന് കണ്ണു കാണിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, ആ ആശാന്റെ അച്ഛൻ. ശ്യാമ ചോദിക്കുകയാണ്, അച്ഛനോ? ദൊപ്പയ്യ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണെന്നാണല്ലോ പറഞ്ഞത്. ഇത് കേട്ട് ദാസൻ പറഞ്ഞൊപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ ആശാൻ അദ്ദേഹം അച്ഛനെ പോലെ തന്നെയാണ്, അത്രയും ബഹുമാനവും ആദരവും കൊടുക്കും. വീണ്ടും ദാസൻ പറയുകയാണ്, ശരിക്കുള്ള അച്ഛൻ മരിച്ചുപോയി. അത് കേട്ട് ദാസന്റെ കാലിൽ ആഞ്ഞു ചവിട്ടുകയാണ് വിഷ്ണു. ദ്രോഹി എന്ന് വിളിച്ചിട്ട് എന്താടാ ഉറുമ്പ് കടിച്ചാന്ന് ചോദിക്കുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, അല്ല നിങ്ങൾ വന്നേ, നമുക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാം. ഇതൊക്കെ കണ്ട ശേഷം ശാലിനി പറയുകയാണ്, കൊള്ളാം, നല്ല ഓപ്പൺ എയർ സെറ്റപ്പ് ആണല്ലോ, അടിപൊളി എന്ന് പറയുകയാണ് വിഷ്ണു. അവിടെ ഇരിക്കുന്ന ബുക്കൊക്കെ കണ്ടിട്ട് ശാലിനി ചോദിക്കുകയാണ്, അല്ല ഇയാൾ വായിക്കുമോ? ആശാൻ പറയുകയാണ്, പിന്നെ വായിക്കാതെ ആശാന് ഉറക്കം വരില്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ കിട്ടാതെ ആശാൻ ഉറങ്ങാതിരുന്ന എത്ര രാത്രികൾ. ശാലിനി ചോദിക്കുകയാണ്, ഇവിടെ ഓർഗാനിക് ഫാമിംഗ് ആണ് അല്ലേ? കമലൻ പറയുകയാണ്, ഏയ് അങ്ങനത്തെ വൃത്തികെട്ട പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. രാമ ചോദിക്കുകയാണ്, ജൈവ കൃഷി അല്ലേന്നാണ് ചോദിച്ചത്. ഇതിനെ പറ്റിയുള്ള ബുക്കുകളാണല്ലോ ഇതൊക്കെ. ദാസൻ പറയുകയാണ്, ഓ അങ്ങനെ, ഇവിടെ ജൈവ കൃഷി മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും ജൈവമാണ്. അതെ, ഈ വിഷരഹിത ഭക്ഷണം. പിന്നെ നമുക്കേ സെറ്റപ്പ് മുഴുവൻ ഒന്ന് നടന്ന് കാണണ്ടേ? ശാലിനി പറയുകയാണ്, ഓ അതിപ്പോ കാണണമെന്നൊന്നും ഇല്ല. അന്നേരം ദാസൻ പറയുകയാണ്, അത് പറയരുത്, വളരെ കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്തതാണ് ഇതൊക്കെ, ആയാലും കണ്ടേ പറ്റൂ. ചിരിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, ചുറ്റി കാണാതെ തന്നെ നമുക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. രാജകൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നതിനേക്കാളും സുഖമല്ലേ ഇവിടെ? ശുദ്ധവായു, രാത്രിയിൽ ചുറ്റും നിലാവ്, രാത്രിയിൽ നല്ല നക്ഷത്രങ്ങളും, സൂപ്പർ. ശാലിനി കേൾക്കാതെ കമലൻ ദാസനോട് പറയുകയാണ്, ഈ പറയുന്ന ആശാൻ ശരിക്കും എവിടെയാണ് കിടന്നുറങ്ങുന്നതെന്നറിഞ്ഞാൽ ഏട്ടത്തിയമ്മ തലകറങ്ങി താഴെ വീഴും. നേരം അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പി കാണുകയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, അല്ല അതെന്താ കുപ്പി? നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിക്കുകയാണ് ശാലിനി. ദാസനോട് ചോദിക്കുകയാണ്, എല്ലാം വൃത്തിയാക്കിയിട്ട് നിന്റെ കണ്ണിൽ അത് പെട്ടില്ലേടാ? എങ്ങനെയെങ്കിലും ആശാനെ ഒന്ന് രക്ഷിക്കടാ, അല്ലെങ്കിൽ ചെയ്തതൊക്കെ പാഴായി പോകും, ആശാന്റെ പ്രേമവും പൊട്ടിപ്പോകും. പെട്ടെന്ന് ദാസൻ പറയുകയാണ്, അത് കുടിക്കാൻ പറ്റില്ല, വെള്ളവും സോഡയും കൂടി മിക്സ് ചെയ്താൽ കുടിക്കാം. മനസ്സിലാകാതെ ശ്യാമയും ശാലിനിയും നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കുകയാണ് വിഷ്ണു. കൂടെ ദാസനും കമലനും ചിരിക്കുന്നു. വെറുതെ തമാശ പറഞ്ഞതാണ്, അതിവിടെ ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. ഈ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകില്ലേ? അപ്പോൾ ആൽക്കഹോൾ എടുത്ത് ഇച്ചിരി തൊട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും. ഓ വെരി ഗുഡ് എന്ന് പറയുകയാണ് ശാലിനി. നമുക്കവിടെ മത്സ്യകൃഷിയൊക്കെ കാണാം എന്ന് പറയുകയാണ് കമലൻ. മത്സ്യകൃഷി അത് അവിടെ ഉണ്ടെന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മയുടെ വീട്ടിൽ ശ്യാമയുടെ ഫ്രണ്ട് കാവ്യ ശ്യാമയെ അന്വേഷിച്ച് വരികയാണ്. ശ്യാമയില്ലേ എവിടെയെന്ന് ശാരികയോട് ചോദിക്കുകയാണ്. ശ്യാമയില്ലേ ചേച്ചി ഇവിടെ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവള് ശാലിനിയോടൊപ്പം പുറത്തേക്ക് പോയല്ലോ, ഫോൺ ഇവിടെ വച്ചിട്ടാണ് പോയത്. കവി പറയുകയാണ്, ചേടാ ഈ സമയത്ത് എവിടെ പോയതാണ് ഇവള്? ഒരു റബ്ബർ എസ്റ്റേറ്റോ മറ്റോ കാണാൻ പോയതാണ്. ആണോ? വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി പോയേനെ. പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ് മോളെ. ഇത് പറ്റി നീ അവളെ അന്വേഷിക്കാൻ? അന്നേരം കാവ്യ പറയുകയാണ്, ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ചേച്ചി, ഗ്രൂപ്പിലാണ് മെസ്സേജ് വന്നത്, ചിലപ്പോൾ അവൾ കണ്ടു കാണില്ല. പറഞ്ഞില്ലേ, അവളുടെ ഫോൺ ഓഫാക്കി ഇവിടെ മേശയുടെ ഡ്രോയിൽ വച്ചിരിക്കുകയാണ്. എന്റെ ഫോണിലെ നെറ്റ് തീർന്നു, ശ്യാമയോടൊപ്പം ക്ലാസ്സിൽ കയറാമെന്ന് കരുതിയാണ് ഇവിടത്തേക്ക് വന്നത്. അതിനെന്താ, ശ്യാമയുടെ ഫോൺ ഇവിടെ ഉണ്ടല്ലോ, അവൾ ഇവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാം. ക്ലാസിന്റെ കാര്യം ശ്യാമയോട് പറയണ്ടേ ചേച്ചി? ശാലിനിയുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. ഇതെന്താ ഓൺലൈൻ ക്ലാസ് ഒക്കെ, നിങ്ങൾ റെഗുലർ ക്ലാസ്സിന് പോകുന്നതല്ലേ? നേരം കാവ്യ പറയുകയാണ്, ഞങ്ങളുടെ ലെക്ചർ രാജീവ് സാറിന് സുഖമില്ല ചേച്ചി, സാറ് കുറച്ചു ദിവസമായിട്ട് കോളേജിൽ വരുന്നില്ല. പോർഷൻസ് തീരാൻ വേണ്ടി രാജീവ് സാർ തന്നെയാണ് പറഞ്ഞത് ഓൺലൈൻ ക്ലാസ് വയ്ക്കാമെന്ന്. നേരം വിഷമിച്ച് ശാരിക ചോദിക്കുകയാണ്, രാജീവ് സാറിന് സുഖമില്ലെന്നാണോ പറഞ്ഞത്? എന്താ ചേച്ചി? അന്നേരം ശാരിക പറയുകയാണ്, ഏയ് ഒന്നുമില്ല, മോളിരിക്കെ, ഞാൻ പോയി ശ്യാമയുടെ ഫോൺ എടുത്തുകൊണ്ടുവരാം. ശാരിക കരുതുകയാണ്, സാറിന് വീണ്ടും സുഖമില്ലാതായോ, എന്തു പറ്റിയോ എന്തോ, പാവം, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. പിന്നീട് എസ്റ്റേറ്റിൽ മത്സ്യകൃഷിയൊക്കെ കാട്ടിക്കൊടുക്കുകയാണ് വിഷ്ണു. ഇവിടൊക്കെ കണ്ടിട്ട് ശാലിനി പറയുകയാണ്, കണ്ടോ നല്ല ഭംഗിയല്ലേ? വിഷ്ണു പറയുകയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും നിന്ന് നടന്നൊക്കെ ക്ഷീണിച്ചുവല്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും കുടിക്കാനെടുക്കാം.
ശാലിനി പറയുകയാണ് കുടിക്കാനൊന്നും വേണ്ട. അത് കേട്ട് ശ്യാമ പറയുകയാണ് ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു എടാ ദാസ ഒന്ന് എന്ന് പറയുമ്പോൾ ദാസൻ പറയുകയാണ് എല്ലാം റെഡിയായിരിക്കുകയാണ്, ഇനിയിപ്പോ കുടിച്ചാൽ മാത്രം മതി. ക്ലീറ്റസ് എന്ന് വിളിക്കുമ്പോൾ എന്തോ ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞ് 2 കരിക്കുമായി വരികയാണ് ക്ലീറ്റസ്. വിഷ്ണു കരിക്ക് വാങ്ങി അവർക്ക് കൊടുത്തിട്ട് പറയുകയാണ് ധൈര്യമായിട്ട് കുടിക്കാം, വിഷമില്ലാത്തതാണ്. കമലൻ പറയുകയാണ് കുട്ടി പറഞ്ഞതുപോലെ ഓർഗൻ ഫാമിംഗ്. അത് കേട്ട് ചിരിച്ച് ശ്യാമ തിരുത്തുകയാണ് അയ്യോ ഓർഗാനിക് ഫാമിംഗ് എന്നാണ്. ഓർഗൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അവയവ കൃഷിയാണ്. തിരിച്ചുകൊണ്ട് കമലൻ പറയുകയാണ് ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ് എന്ത് അവയവ കൃഷിയെന്നോ? അല്ല മറ്റേത് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഒന്ന് പോടാ. എല്ലാവരും ചിരിക്കുമ്പോൾ പെട്ടെന്ന് ദാസൻ വിഷ്ണുവിനെ വിളിക്കുകയാണ് ആശാനെ ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയാനാണ്. എന്നിട്ട് വിഷ്ണുവിനെ മാറ്റി നിർത്തി ദാസനും കമലനും പറയുകയാണ് അതെ ആശാനെ, ഇതാണ് പറ്റിയ അവസരം, ഇപ്പൊ പറഞ്ഞോണം കാര്യങ്ങൾ. അന്നേരം എന്തെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. കുന്തം മദാമയെ കണ്ടപ്പോൾ വീണ്ടും കവാത്ത് മറക്കല്ലേ, എന്റെ ആശാനെ ഏട്ടത്തിയമ്മയോടുള്ള ഇഷ്ടം പറയണമെന്ന്. കമലനും പറയുകയാണ് അതെ ആശാനെ, ഇതാണ് ഏറ്റവും പറ്റിയ സന്ദർഭം. ചുറ്റും കുളിർമയുള്ള കാഴ്ചകൾ, സുഗന്ധം വീശുന്ന കാറ്റ്, മനസ്സ് പ്രസന്നമാകുന്ന അന്തരീക്ഷം. നായകന് നായികയോടുള്ള പ്രണയം പറയാൻ ഇതിലും വലിയൊരു ലൊക്കേഷൻ എവിടെ കിട്ടാനാണ്? എനിക്ക് തോന്നുന്നത് ദൈവം ഇത് ആശാന് വേണ്ടി ഒരുക്കി തന്ന സന്ദർഭം ആണെന്നാണ്. പനി വിഷ്ണു പറയുകയാണ് അതിന് അവളുടെ അനിയത്തി കൂടെ തന്നെ നടക്കുകയല്ലേ. ദാസൻ പറയുകയാണ് ദൈവത്തിന് ഇത്രയുമൊക്കെ അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അതിനും ഒരു വഴി ഉണ്ടാക്കി തരും ആശാനെ. നേരം ശാലിനിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ശാലിനി പറയുകയാണ് ശ്യാമയുടെ ഫോണാണല്ലോ, ഇതിലിപ്പോ ആരാ നിന്റെ ഫോണിൽ നിന്നും ബെല്ലടിക്കുന്നത്? ശാലിനി ഹലോ എന്ന് വിളിക്കുമ്പോൾ കാവ്യ ചോദിക്കുകയാണ് ഹലോ ശാലിനി ചേച്ചിയല്ലേ? അതെ, ഞാൻ ശ്യാമയുടെ ഫ്രണ്ട് കാവ്യാണ് ചേച്ചി. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ശാരി ചേച്ചിയാണ് പറഞ്ഞത് ശ്യാമ ചേച്ചിയുടെ ഒപ്പമാണെന്ന്. പറയും മോളെ, ശ്യാമയുണ്ടോ ചേച്ചി അവിടെ? ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് ശാലിനി. ഹലോ എന്താടി? അതെ, ഞാനിപ്പോ നിന്റെ വീട്ടിലാണ്. രാജീവ് സാറിന്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അത് നിനക്കൊപ്പം അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാ കാവ്യെ? അന്നേരം കാവ്യ പറയുകയാണ് ഇപ്പൊ തുടങ്ങും. അയ്യോ, ഞാനിപ്പോ കുറച്ച് ദൂരത്താണല്ലോ, ഫോണും ഇല്ല എന്റെ കയ്യിലെന്ന് പറയുമ്പോൾ കാവ്യ പറയുകയാണ് അതിനെന്താ, ചേച്ചിയുടെ ഫോണിൽ അറ്റൻഡ് ചെയ്യ നീ ഇപ്പോ. ഞാൻ ലിങ്ക് അയച്ചു തരാം ശരിയെന്ന് പറയുകയാണ് ശ്യാമ. ഫോൺ വെച്ച ശേഷം കാവ്യ ശാരികയോട് ചോദിക്കുകയാണ് ക്ലാസ് തുടങ്ങാറായി ചേച്ചി, ഞാൻ ഇവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്തോട്ടെ? പിന്നെന്താന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശാരിക. ശ്യാമ ശാലിനിയോട് ചോദിക്കുകയാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കുഞ്ഞേച്ചി, ഇനി ഞാനിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ? അതിനിപ്പോ എന്റെ ഫോണിൽ നെറ്റ് ഇല്ലല്ലോ. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി കൈ ഉയർത്തി കമലൻ പറയുകയാണ് എന്റെ ഫോണിലുണ്ട്, ഞാനത് ഷെയർ ചെയ്യാം. അന്നേരം ശ്യാമ പറയുകയാണ് എന്നാൽ കുഞ്ഞേച്ചി ഒന്ന് ചുറ്റിയടിച്ചിട്ട് വാ, അപ്പോഴേക്കും ക്ലാസ് കഴിയും, 1/2 മണിക്കൂർ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിനോട് ദാസൻ പറയുകയാണ് ആശാനെ, ഞാൻ പറഞ്ഞില്ലേ ദൈവം ഒരു അവസരം ഒരുക്കുമെന്ന്. ഇപ്പോ അവസാന തടസ്സവും നീങ്ങിയിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും തനിച്ചുള്ളപ്പോൾ മാത്രം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് വിഷ്ണു. നമുക്കെന്നാ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനിയെ വിളിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ദാസനോടും കമലിനോടും പറയുകയാണ് എടാ ഒന്ന് സഹായിക്കടാ കൊച്ചിനെ, ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുമെന്ന് കമലൻ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ് എങ്ങനെയാ ഈ നെറ്റ് ഷെയർ ചെയ്യുന്നത്? വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കിയിട്ട് ദാസൻ പറയുകയാണ് ഇപ്പോഴെങ്കിലും ഷെയറിംഗ് നടന്നാൽ മതിയായിരുന്നു. വിഷ്ണുവും ശാലിനിയും കഥകളൊക്കെ പറഞ്ഞ് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.